ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 57 കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 7th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും അല്ലേ? പക്ഷെ ഒന്നുമില്ല, വളരെ ഈസിയാണ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഇവിടെ ഒരു ABCD എന്ന് പറഞ്ഞ ഒരു ക്വാഡ്രിലേറ്റർ ഉണ്ട്. അത് മനസ്സിലായല്ലോ. ഇനി ഓരോ ആംഗിളിൻ്റെയും ആംഗിൾ ബൈസെക്ടർ നമ്മൾ വരച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആംഗിൾ A എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ ആംഗിൾ ബൈസെക്ടർ ആണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ BD ആണ് ഈ ഒരു ലൈൻ, ആംഗിൾ Cയുടെ ഈ ഒരു ലൈൻ, ആംഗിൾ ഡിയുടെ ഈ ഒരു ലൈൻ. അങ്ങനെ 4 ലൈനുകളാണ് അവിടെ വരുന്നത്, കണ്ടോ. ആ 4 ലൈനുകൾ 2 ലൈനുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യണോടത്ത് നമ്മൾ പോയിന്റ് എടുത്തിരിക്കുക. അപ്പോൾ ഈ 2 ലൈൻ ജോയിൻ ചെയ്യുന്നിടത്ത് S, ഈ 2 ലൈൻ്റെ R, അങ്ങനെ നമുക്ക് 4 ജോയിന്റ് കിട്ടുന്ന പോയിന്റുകളുണ്ട്. അതിന് നമുക്ക് PQRS എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ ബൈസെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ആംഗിൾ A 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് എത്ര വരും? ഇത് ഹാഫ് ആയിട്ട് കറക്റ്റ് ഈക്വൽ ആയിട്ട് അതിനെ ബൈസെക്ട് ചെയ്യണം. അപ്പോൾ 50-50 ആയിട്ട് വരും. അപ്പോൾ അതാണ് ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ബൈസെക്ടറുകളെ ലൈനുകൾ 2 ലൈൻ ജോയിൻ ചെയ്യുന്നോടത്ത് നമ്മളിങ്ങനെ പോയിന്റ് കൊടുത്തിട്ട് PQRS എന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? ഒരു സർക്കിൾ കിട്ടി അല്ലേ? അപ്പോൾ PQRS ആ സർക്കിളിൽ തന്നെ 4 പോയിന്റുകളാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്ന, അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്വാഡ്രിലേറ്റർ പോലെ വരുന്നുണ്ട് അല്ലേ, PQRS. അപ്പോൾ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രൂവ് ചെയ്യാൻ വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതെന്തായി മാറും? ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the sum of the opposite angles of PQRS is equal to 180. അപ്പോൾ അത് ആദ്യം നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ഇതിലെ ഓരോ ആംഗിൾ ജനറലായിട്ട് എടുക്കാൻ പോവുക. ആംഗിൾ A നമ്മുടെ ക്വാഡ്രിലേറ്ററിൽ ABCDയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആംഗിൾ A എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് ഒരു A ഡിഗ്രി എടുത്തു. ആംഗിൾ B എന്ന് പറയുന്നത് സ്മോൾ B ഡിഗ്രി. അതുപോലെ ആംഗിൾ C എന്ന് പറയുന്നത് C ഡിഗ്രി. അതുപോലെ ആംഗിൾ D എന്ന് പറയുന്നത് D ഡിഗ്രി. അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഓരോ ലൈനും ആംഗിൾ ബൈസെക്ടർ ആണ്. അതുകൊണ്ട് ഈ A മൊത്തത്തിലാണ് നമ്മുടെ A ഡിഗ്രി എടുത്തിരിക്കണേ. അപ്പം ഇത്രയും ഭാഗം എത്ര വരിക? അതിൻ്റെ ഹാഫ് അല്ലേ, ഹാഫ് A ഡിഗ്രിയാണ് വരിക. അതുപോലെ ആംഗിൾ B മൊത്തത്തിലാണ് B ഡിഗ്രി. അപ്പം ഈ ഒരു പോർഷൻ എത്ര വരും? ഹാഫ് B ഡിഗ്രി അല്ലേ, അതിൻ്റെ ഹാഫ് B ഡിഗ്രി. അതുപോലെ ആംഗിൾ C ആണ് മൊത്തത്തിലെ C ഡിഗ്രി. അപ്പം ഇത്രയും എത്ര വരും? ഇത്രയും എന്ന് പറയുന്നത് ഹാഫ് C ഡിഗ്രി. അതുപോലെ ആംഗിൾ ഡിയും ഇതുപോലെ D ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ആംഗിൾ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് മാത്രം ഹാഫ് D ഡിഗ്രി ആയിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. ഇവരൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? എന്ത് ഹിൻ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നത്? PCD എന്നും RAB എന്ന് പറഞ്ഞ 2 ട്രയാങ്കിളിൻ്റെ സം ഒന്ന് നോക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. PCD നോക്കി, എവിടെയാണ് PCD? ഇത് P, ഇത് C, ഇത് D. കണ്ടോ? ഇതാണ് നമ്മുടെ PCD. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. PCD കണ്ടോ? ഈ PCD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കാനാണ് അവർ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ PCD ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ PCDയിലത്തെ ഈ Cയുടെ അവിടുത്തെ ഹാഫ് C ഡിഗ്രി ആണെന്നും ഡിയുടെ അവിടുത്തെ ഹാഫ് D ഡിഗ്രി ആണെന്നും ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Pയുടെ അവിടുത്തെ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ 3 കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണമെന്ന് അറിയാം അല്ലേ? അതിൽ 2 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കിട്ടാൻ എന്ത് ചെയ്യണം? ഇത് 2 കൂടി ആഡ് ചെയ്യുക, 180ൽ നിന്ന് കുറയ്ക്കുക. അപ്പം ഈ ട്രയാങ്കിൾ PCDയിൽ ഏതാണ് വേണ്ടത് നമുക്ക്? ആംഗിൾ CPD, അതായത് നമ്മുടെ Pയുടെ അവിടുത്തെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പേര് പറയണം കേട്ടോ, CPD ഈക്വൽ ടു എന്ത് ചെയ്യണം? 180 മൈനസ് മറ്റേത് 2 കൂടി കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറയ്ക്കുക അല്ലേ? അതായത് ഹാഫ് C ഡിഗ്രിയാണ് പ്ലസ് ഹാഫ് D ഡിഗ്രിയാണ് മറ്റേ 2 ആംഗിൾ. അപ്പോൾ അത് 2 കൂടി ആഡ് ചെയ്തു, ഇതിന്ന് കുറച്ചു. അപ്പോൾ നമ്മളത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വെക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാ പറഞ്ഞിരിക്കുന്നത്? RAB ഒന്ന് നോക്കിയേ. RAB കണ്ടുപിടിക്കാൻ സുഖാതാ. RAB താഴത്തേക്ക് ഇങ്ങനെ എടുക്കുന്ന ഒരു ആംഗിളാണ്, കണ്ടോ? RAB ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്ത ഈ ഒരു ട്രയാങ്കിൾ. ഇൻ
ട്രയാങ്കിൾ RAB. RABയുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കി നോക്കിയേ. ആ എയുടെ അവിടുത്തെ പോർഷൻ ഹാഫ് A ഡിഗ്രി ആണ്, ബിയുടെ അവിടുത്തെ ഹാഫ് B ഡിഗ്രി, മറ്റേതുപോലെ. അപ്പോൾ R എന്ന് പറഞ്ഞതിൻ്റെ അവിടുത്തെ ആംഗിൾ നമുക്കൊന്ന് നോക്കണം. ആംഗിൾ ARB അല്ലേ, ARB ആണ് നമ്മുടെ R എന്ന് പറഞ്ഞ അവിടുത്തെ ആംഗിൾ വരിക. ഇതേപോലെ തന്നെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 180 എന്ന് കുറയ്ക്കുക, കാരണം അതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ 180 മൈനസ് ഹാഫ് A ഡിഗ്രി പ്ലസ് ഹാഫ് B ഡിഗ്രി. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ PQRS, അപ്പോൾ അതിലത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാ വരുന്നത്? ഈ പിയും ഈ ആറും അല്ലേ. ഈ പി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ആംഗിൾ CPD. ആംഗിൾ CPD പ്ലസ് ആർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ആംഗിൾ ARB. ആംഗിൾ ARB. ഇനി രണ്ടും നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 180 മൈനസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CPD എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് C പ്ലസ് ഹാഫ് D ആണ്. ഇനി പ്ലസ് ARB എന്ന് പറയുന്നത് എത്രയാണ്? 180 മൈനസ് ഹാഫ് A പ്ലസ് ഹാഫ് D എന്നാണ്. അതോടെ അല്ല, B ആണ്, B ഹാഫ് B, A പ്ലസ് B, ഹാഫ് A പ്ലസ് ഹാഫ് B. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 180 ആഡ് ചെയ്യാം. എത്രയാണ്? 180 പ്ലസ് 180 360 മൈനസ് എല്ലാത്തിലും ഹാഫ് ഉണ്ട് അല്ലേ, ബാക്കിയുള്ള എല്ലാ ടേംസിലും ആ ഹാഫ് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി പിന്നെ എന്തുണ്ട്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, 4 ഉണ്ട്. ഞാനപ്പോൾ അത് ഓർഡറിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് C പ്ലസ് D പ്ലസ് അങ്ങനെ എഴുതാം. അപ്പോൾ A ഡിഗ്രി പ്ലസ് B ഡിഗ്രി പ്ലസ് C ഡിഗ്രി പ്ലസ് D ഡിഗ്രി ഹാഫ് കോമൺ ആയിട്ട് എടുത്തു. ഇനി നമുക്കറിയാം ABCD നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? ഈ ABCD എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലേറ്ററിൻ്റെ 4 ആംഗിളായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ക്വാഡ്രിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? അതിലത്തെ എല്ലാ ആംഗിളും, അതായത് ഈ 4 ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരണം? 180 വരണം. അപ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് D ഇസ് ഈക്വൽ ടു 180 അല്ല 360. ക്വാഡ്രിലേറ്റർ അല്ലേ, അപ്പോൾ 360 ആണ്, സോറി 360 ആണ്, മറക്കരുത്. ട്രയാങ്കിൾ ആണെങ്കിലാണ് 180. അപ്പം നമുക്ക് എന്ത് കിട്ടി? 360 മൈനസ് ഹാഫ് ഇൻറ്റു ഇത് 4 കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര വരേണ്ടത്? ക്വാഡ്രിലേറ്ററിലത്തെ ആംഗിൾസ് ആയതുകൊണ്ട് 360. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 180. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 360 മൈനസ് ഹാഫ് 360 എന്ന് പറയുന്നത് 180. ഇനി 360 മൈനസ് 180 എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ CPD പ്ലസ് ആംഗിൾ ARB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. CPDയും ARBയും നമ്മുടെ PQRS എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതിൻ്റെ സമ്മ നമുക്കിവിടെ എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. ദെർഫോർ നമുക്ക് എന്ത് എഴുതാം? PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. അപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വളരെ ഈസിയാണ്. നമ്മൾ ആദ്യം ABCD എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ ഈ ഓരോ ആംഗിൾസും നമുക്ക് ആ 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആംഗിൾസ് നമ്മൾ ഹാഫ് A ഹാഫ് B ഹാഫ് C ഹാഫ് D എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഓരോ ട്രയാങ്കിൾ എടുക്കുക. അതിൽ നമുക്ക് ആ മൂന്നാമത്തെ ആംഗിൾ എന്താണെന്ന് എഴുതി വെക്കുക, പിന്നെ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 180 കിട്ടും. പക്ഷെ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾ കുറേ ലെങ്തി ആണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വെറുതെ വിടരുത്, വളരെ എളുപ്പമാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.